മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ ഹെക്സാലോജിക്കിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് SFIO എന്ന പേര് കേരളത്തിൽ പരിചിതമാവുന്നത്. CBI, NIA, ED, ഇൻകം ടാക്സ്, കസ്റ്റംസ്, NCB തുടങ്ങി പേരുകൾ മലയാളികൾക്ക് പരിചിതമാണ്. എന്നാൽ അധികം പ്രചാരത്തിലില്ലെങ്കിലും നിസ്സാരമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന SFIO. കോർപ്പറേറ്റ് തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ നിയമപരമായ ഏജൻസിയാണ് SFIO. വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും പ്രോസിക്യൂഷന് ശുപാർശ ചെയ്യുന്നതിനുമുള്ള ഉത്തരവോടെ ഇന്ത്യൻ ഗവൺമെന്റിലെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം തന്നെ 300-ൽ താഴെ മാത്രമാണ്. അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റിംഗ്, ബാങ്കിംഗ്, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻവെസ്റ്റിഗേഷൻ, കമ്പനി നിയമം, മൂലധന വിപണി, നികുതി, മറ്റു ഡോക്യുമെന്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ് SFIO. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ഗുരുതരമായ തട്ടിപ്പുകൾ പരിഹരിക്കുന്നതിനാണ് SFIO രൂപീകരിച്ചത്. 2003 ജൂലൈ 2-ന് ഇന്ത്യ ഗവൺമെന്റിലെ അംഗീകരിച്ച പ്രമേയത്തിലൂടെ SFIO സ്ഥാപിക്കപ്പെട്ടു. ന്യൂഡൽഹിയിലാണ് SFIOയുടെ ആസ്ഥാനം. ICLS, IAS, IPS, IRS, ബാങ്കുകൾ, മറ്റ് കേന്ദ്ര സേവനങ്ങൾ എന്നിവയിൽ നിന്നാണ് SFIOയുടെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരെയും നിയമിക്കുന്നത്. കേശചന്ദ്ര IAS ആണ് നിലവിൽ SFIOയുടെ ഡയറക്ടർ. ഈ ഏജൻസിക്ക് ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിൽ 4 പ്രാദേശിക ഓഫീസുകളുണ്ട്. ഒരു കമ്പനിയുടെ കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമെന്ന് തോന്നുമ്പോൾ SFIOയെ നിയമിക്കും. 2013-ലെ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 208 പ്രകാരം കമ്പനികളുടെ രജിസ്ട്രാർ അല്ലെങ്കിൽ ഇൻസ്പെക്ടറിൽ നിന്ന് ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ SFIO അന്വേഷിക്കും. പൊതു താൽപര്യത്തിൽ SFIO ഒരു കേസ് ഏറ്റെടുക്കും. കോർപ്പറേറ്റ് കാര്യങ്ങളിൽ സുതാര്യത, ഉത്തരവാദിത്വം, സമഗ്രത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ SFIO നിർണായക പങ്കുവഹിക്കുന്നു.